ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വിഷുവിൻ്റെ ചെറിയൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. കുട്ടികൾക്കും സ്കൂൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ ഇന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂഡിൽസ് റെസിപ്പിയും ഡെസേർട്ടായിട്ട് ഒരു പുഡിങ്ങുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം പുഡിങ് ഉണ്ടാക്കി വെക്കാം. അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ ഈ പുഡിങ്ങിൽ ചൈന ഗ്രാസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആദ്യം കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കണം, സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കേണ്ട, നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു 8 ഗ്രാമോളമാണ് നമുക്ക് വേണ്ടത്. 2 കപ്പ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 8 ഗ്രാം എടുക്കാം. ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവ് നോക്കിയാൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ഈ ചൈന ഗ്രാസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. പിന്നെ ഇതിൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്, പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ പുഡിങ് കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതിൻ്റെ ടേസ്റ്റും കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഒരു 400 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ താല്പര്യം പോലെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ചെറിയൊരു ബർണറിലോട്ട് മാറ്റുകയാണ്. നമുക്ക് പാല് തിളപ്പിക്കുന്നതും ഈ ചൈന ഗ്രാസ് ഉരുക്കുന്നതും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ഒരേ സമയത്ത് 2 ബർണറിലായിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഈ ചൈന ഗ്രാസ് വെച്ചിരിക്കുന്നത്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയാൽ മതി. തിളച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കണം. അപ്പോൾ ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ഫുള്ള് നല്ലപോലെ ഉരുകി വരണം. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യം ചൈന ഗ്രാസ് ഉരുക്കി വെച്ചിട്ട് പിന്നെ പാല് തിളപ്പിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ചൈന ഗ്രാസ് ഏകദേശം ഒരു വിധമൊക്കെ അലിഞ്ഞിട്ടുണ്ട്, ഉരുകിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പാലും തിളച്ച് തുടങ്ങി കേട്ടോ. സൈഡിൽ നിന്നൊക്കെ ബോയിൽ ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 400 ഗ്രാമിൻ്റെ ഒരു ടിന്ന് കണ്ടൻസ് മിൽക്ക് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ചാൽ മതി. അപ്പം ഞാനിത് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാനില ഫ്ലേവറിലുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആയിരിക്കും. അതല്ലാതെ വേറെ ഇപ്പോൾ സ്ട്രോബെറി, പിസ്ത, റോസ് മിൽക്ക്, മാംഗോ, അങ്ങനെ പല ഫ്ലേവറുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റിലുള്ള പുഡിങ് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഈ പിസ്ത ഇലൈച്ചി ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് പിസ്തയും ഏലക്കയും കൂടി ചേർന്നിട്ടുള്ള ഫ്ലേവറാണ്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ ഒരു 4-5 തുള്ളി ആദ്യം ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു, നല്ലൊരു കളറും ഒക്കെ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒത്തിരി സമയം തിളപ്പിക്കേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇതിനകത്ത് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ കിടപ്പുണ്ടാവേ. ഒന്നുകിൽ നമുക്കത് ഇതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അരിച്ചൊഴിക്കാം, അല്ലെങ്കിൽ അത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്കത് കഴിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ഈ പുഡിങ് കഴിക്കുന്ന സമയത്ത് കരിക്കിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു പീസുകൾ കിടക്കുന്ന പോലെ കടിക്കാൻ കിട്ടും. അപ്പോൾ അത് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 2 ചെറിയ ബൗളിലും പിന്നെ ഒരു വലിയ ട്രേയിലുമായിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പാർട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ബൗളുകളിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക്
തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ എൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മതി. ഇപ്പോൾ ചൈന ഗ്രാസ് ആയതുകൊണ്ട് പുറത്തിരുന്നാൽ തന്നെ അത് നല്ലപോലെ സെറ്റാവും. ജലാറ്റിനാണ് ഇതിന് പകരം നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ സെറ്റാവുള്ളൂ. അപ്പോൾ ഇത് പുഡിംഗ് ആയതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊരു അരമണിക്കൂറൊക്കെ ഫാനിൻ്റെ താഴെ വെക്കുമ്പോൾ മാറിക്കിട്ടും. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പോ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പുഡിങ് ഞാൻ രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഡിന്നറിന് ഒരു നൂഡിൽസും കൂടി റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഏതെങ്കിലും നൂഡിൽസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാഗിയാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ നൂഡിൽസോ വെജിറ്റബിൾ നൂഡിൽസോ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഗാർലിക് ഫ്ലേവറിലുള്ള നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് അങ്ങനെ ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് സവോള മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗാർലിക് ഫ്ലേവർ ആയതുകൊണ്ട് നല്ലപോലെ വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മുതൽ 20 അല്ലി വെളുത്തുള്ളി വരെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു കൈപ്പിടി ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 20 എണ്ണം വരും. അത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. വലിയ വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ നൂഡിൽസ് കഴിക്കുന്ന സമയത്തൊരു അത്ര നല്ലതായിരിക്കില്ല. കുഞ്ഞായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ട് ചെയ്താലും മതി. ഇതുപോലെ ഓക്കെ. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വരും. ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാനായിട്ടാണ്. നിറയെ വെള്ളം വെക്കുക. അത് ഇതുപോലെ നല്ലപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത്. ഇങ്ങനത്തെ ഒരു 4 അല്ലെങ്കിൽ 5 ബ്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഒരു 3 അല്ലെങ്കിൽ 4 പേർക്കൊക്കെ കഴിക്കാനുള്ള അത്രയും നൂഡിൽസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് മാഗിയുടെ നൂഡിൽസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും, അറിയാമല്ലോ, അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 2 minutes ആണ് അതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇത് വെച്ചിട്ട് എങ്ങോട്ടും പോകരുത്. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നൂഡിൽസ് ആകെ കുളമായി പോവും. കാരണം മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി കുഴഞ്ഞിരിക്കും. പിന്നെ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല. അത് നമുക്ക് മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. നൂഡിൽസ് ഇതുപോലെ കറക്റ്റ് പാകത്തിന് വെന്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഇത് ഊറ്റിയെടുക്കണം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആദ്യം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ. ഒന്നുകിൽ ഇതിനകത്ത് ബട്ടർ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ബട്ടറും കുറച്ച് എണ്ണ യൂസ് ചെയ്യാമേ. അപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ ചൂടായി വരണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അളന്ന് കാണിച്ചു തരാം. ഏകദേശം 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ച ചുവ നന്നായിട്ട് മാറണം. ആ ബട്ടറിൽ വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. കണ്ടോ, ഇത് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ വന്നു. പച്ച ചുവയൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട്. ആ സമയത്ത് 3 അല്ലെങ്കിൽ 4 സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. സവോള ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. നൂഡിൽസിലൊക്കെ ഇങ്ങനെ ആ ഒരു ചെറിയൊരു കരുകരുപ്പോട് കൂടിയല്ലേ സവോളയൊക്കെ കിടക്കുന്നത്. ആ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾ വെജിറ്റബിൾസ് ഇപ്പോൾ ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് തന്നെ ചേർത്ത് നല്ല പോലെ ഒന്ന് വാടി വന്നാൽ മതി. ഒത്തിരി വേവിക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് സവോള നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മാഗിയുടെ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ കറക്റ്റ് ഒരു അളവ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എത്രയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. നമ്മൾ 5 ബ്ലോക്ക് അല്ലെങ്കിൽ 5 പീസ് നൂഡിൽസാണ് ഉപയോഗിച്ചത്. അപ്പോൾ മാക്സിമം അതിന് 5 പാക്കറ്റ് തന്നെ മസാല ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പക്ഷേ 3 പാക്കറ്റ് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ.
ഞാൻ പറഞ്ഞില്ലേ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലൊരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്, ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി സോയ സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം, 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എൻ്റെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കണം കേട്ടോ. ന്യൂഡിൽസിൽ തന്നെ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും. പിന്നെ ടൊമാറ്റോ സോസിലും മാഗിയുടെ പൗഡറിലും ഒക്കെ ആവശ്യത്തിന് കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ന്യൂഡിൽസ് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ന്യൂഡിൽസ് ഗാർലിക് ഫ്ലേവറിലുള്ള ന്യൂഡിൽസ് റെഡി. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ 2 സ്പൂൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്ലേവറുള്ളൊരു നൂഡിൽസാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയും സ്പ്രിംഗ് ഒണിയനും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കായിട്ട് ഇട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അതങ്ങ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച പുഡിങ്ങും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ സെറ്റായി. നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കുഞ്ഞു കുക്കിംഗ് വ്ലോഗും ഇതിൽ കാണിച്ച 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വ്ലോഗുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.